നിങ്ങളിപ്പോൾ ന്യൂ പ്ലെയർ ആണെങ്കിൽ നിങ്ങൾ പ്രോ പ്ലെയർ ആക്കാൻ പറ്റിയ ഒരു 5 ടിപ്സാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ഇതിനകത്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അതുപോലെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും ഉണ്ടാവും. എല്ലാവരും ഈ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ ശ്രമിക്കാട്ടോ. എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് നിൽക്കാൻ നോക്കാട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾ ചെയ്യേണ്ട വെച്ചാൽ ട്രെയിനിങ് ഗ്രൗണ്ടിൽ പോയി നല്ലപോലെ പ്രാക്ടീസ് ചെയ്യാൻ. ഒരുപാട് പ്ലേയേഴ്സ് അവോയ്ഡ് ചെയ്യുന്നൊരു കാര്യമാണ് ട്രെയിനിങ് ഗ്രൗണ്ട്. നമ്മുടെ ഗെയിം പ്ലേ ഒക്കെ നല്ലോണം ഇമ്പ്രൂവ് ആവുന്നുണ്ട്. അപ്പം മസ്റ്റായിട്ട് എല്ലാ ദിവസവും ട്രെയിനിങ് ഗ്രൗണ്ടിൽ പോയി പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. എല്ലാ ദിവസവും ട്രെയിനിങ് ഗ്രൗണ്ടിൽ കുറച്ച് സമയം മാറ്റി വയ്ക്കാൻ നോക്കുക. വെറുതെ അടിച്ച് കളിക്കല്ലാതെ കുറച്ച് മൂവ്മെൻ്റൊക്കെ ഇട്ട് കളിക്കാം. കാരണം ഫ്രീ ഫയറിൻ്റെ അടുത്ത് പിടിച്ച് നിൽക്കണമെങ്കിൽ നല്ലപോലെ മൂവ്മെൻറ്റ് സ്പീഡൊക്കെ വേണം. നിങ്ങൾക്ക് മൂവ്മെൻറ്റ് സ്പീഡ് കുറവാണെങ്കിൽ നിങ്ങളെല്ലാ പ്ലേയേഴ്സിനും അടിച്ചിടാൻ പറ്റും. അപ്പോൾ മൂവ്മെൻറ്റ് സ്പീഡ് കൂടി ഒന്ന് ശ്രദ്ധിക്കാൻ നോക്കുക. അപ്പോൾ രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഗ്ലൂ വാളാണ്. ഗ്ലൂ വാളിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ കളിക്കുന്ന ഒരുപാട് പ്ലേയേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്ക് ഈസിയായിട്ട് എനിമീസിനെ അടിച്ചിടാൻ പറ്റും. ഗ്ലൂ വാളിട്ട് പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ അൺലിമിറ്റഡ് ഗ്ലൂ വാൾ പ്രാക്ടീസ് ചെയ്താൽ മതി. റൂമിൽ നിങ്ങൾക്ക് നല്ലപോലെ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ടും ഫാസ്റ്റായിട്ടും പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. അഥവാ നിങ്ങൾക്ക് കസ്റ്റം റൂം പറ്റില്ലെങ്കിൽ ക്രാഫ്റ്റ് ലാൻഡ് മാപ്പ് കളിച്ചാൽ മതി. 1v1 ഹെഡ്ഷോട്ട്. അപ്പോൾ മൂന്നാമത്തെ പ്രോ ടിപ്പ് എന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിലുള്ള ഗൺ സ്കിന്നുകളൊക്കെ അൺഎക്യൂപ്പ് ചെയ്യുന്നതാണ്. ഒരുപാട് പ്ലേയേഴ്സിൻ്റെ അടുത്ത് ഗൺ സ്കിന്നുകളൊക്കെ നിറഞ്ഞു നടക്കുകയായിരിക്കും. ഗെയിം പ്ലേ ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ നിങ്ങളത് കുറച്ച് ദിവസം അൺഎക്യൂപ്പ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഗൺ സ്കിന്നില്ലാതെ കളിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഗൺ സ്കിന്നില്ലാതെ എത്രത്തോളം ബുദ്ധിമുട്ടാണ് കളിക്കാൻ. ഇങ്ങനെ കുറച്ച് കാലം ഗൺ സ്കിന്നില്ലാതെ നിങ്ങൾ കളിച്ച് കുറച്ച് ദിവസത്തിന് ശേഷം നിങ്ങൾ ഗെയിം സ്കിന്ന് എക്യൂപ്പ് ചെയ്ത് കളിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഗെയിം പ്ലേ നല്ല ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അത് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം ഡിഫിക്കൽട്ടാണ്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്ത് നോക്കുക. ഇതുകൊണ്ട് നിങ്ങളുടെ ഗെയിം പ്ലേ നല്ലപോലെ ഇമ്പ്രൂവ് ആവാൻ സഹായിക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഗെയിം പ്ലേ ഇമ്പ്രൂവ് ആവുന്നത് എന്ന് കുറച്ച് പേർക്ക് സംശയം ഉണ്ടാവും. അത് ഞാൻ പറഞ്ഞു തരാം. അതായത് നമ്മുടെ ഫ്രീ ഫയറിനകത്തുള്ള കുറേ ലെജൻഡറി ഗൺ സ്കിന്നുകൾ നല്ല ഓവർ പവറാണ്. ഇത് വെച്ചാവും കുറേ പ്ലേയേഴ്സ് എപ്പോഴും കളിക്കുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ഓഫ് ചെയ്ത് കളിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടാവും. പക്ഷെ ഇങ്ങനെ നിങ്ങൾ കളിച്ച് കുറച്ച് നാൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങളൊരു നല്ലൊരു പ്ലെയറായും. പിന്നെ നിങ്ങൾ കളിച്ചതിന് ശേഷം വീണ്ടും നിങ്ങളെ ഗൺ സ്കിന്നുകൾ എക്യൂപ്പ് ചെയ്ത് കളിക്കുമ്പോൾ നിങ്ങളെ ഗെയിം പ്ലേ നല്ലോണം ഇമ്പ്രൂവ് ആവും. അതെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാ പ്ലേയേഴ്സിൻ്റെ കയ്യിലും ഇതുപോലെ ഗൺ സ്കിന്ന് ഉണ്ടാകണമെന്ന് നിർബന്ധമല്ല. പക്ഷെ ഗൺ സ്കിന്നില്ലാതെ കളിക്കുന്ന ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്. അവരാണ് സത്യം പറഞ്ഞാൽ പ്രോ പ്ലേയേഴ്സ്. അപ്പോൾ അവരെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്തേ പറ്റൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഗെയിമിൽ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യങ്ങൾ. അടുത്ത കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. 2 കൂടെ ഉള്ളൂ, അതും കൂടി ഞാൻ പറഞ്ഞുതരാം. ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ക്യാരക്ടർ സ്കിൽ കോമ്പിനേഷനാണ്. 2026 മസ്റ്റാണ് ക്യാരക്ടർ സ്കില്ല്. 2026 നല്ലൊരു ക്യാരക്ടർ സ്കില്ലാതെ കളിക്കാൻ സാധിക്കില്ല. കാരണം ഇപ്പോൾ പഴയ പോലെയല്ല, ഒരുപാട് ഓവർ പവേർഡ് ആയിട്ടുള്ള ക്യാരക്ടർ സ്കില്ലൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇനി വരുന്ന അപ്ഡേറ്റിൽ ഒരുപാട് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ക്യാരക്ടർ സ്കില്ലില്ലാതെ കളിക്കുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരം. പിന്നെ നിങ്ങൾക്ക് തോന്നുന്ന പോലെ ക്യാരക്ടർ സ്കില്ല് എടുത്ത് വെച്ചിട്ട് കാര്യമല്ല. അതായത് നിങ്ങൾ ഏത് ടൈപ്പ് പ്ലെയർ ആണോ അതിന് പറ്റിയ ക്യാരക്ടർ സ്കില്ല് വെക്കണം. അതായത് നിങ്ങൾ റഷർ ആണെങ്കിൽ റഷേഴ്സിന് പറ്റിയ സ്കില്ല് വെക്കാൻ നോക്കുക. അതോ നിങ്ങൾ സ്നൈപ്പർ പ്ലെയർ ആണെങ്കിൽ സ്നൈപ്പേഴ്സിനുള്ള കോമ്പിനേഷൻ വെക്കാൻ നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ലോങ് റേഞ്ച് പ്ലെയർ ആണെങ്കിൽ ലോങ് റേഞ്ചിന് പറ്റിയ വെക്കാൻ നോക്കുക.
പിന്നെ ബെസ്റ്റ് ക്യാരക്ടർ സ്കില്ലിന്റെ കോമ്പിനേഷൻ വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പൊ ഗൈസ്, ഇതാണ് നമ്മളെ ലാസ്റ്റ് ആയിട്ടുള്ള 5ാമത്തെ ട്രിപ്പ്. ഇത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇതാണ് സെൻസിറ്റിവിറ്റിയെ കുറിച്ച് ഫസ്റ്റ് പറയാത്ത കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ അപ്പൊ തന്നെ ബാക്ക് അടിച്ച് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് പറയാതെ ലാസ്റ്റ് പറഞ്ഞത്. സെൻസിറ്റിവിറ്റി നിങ്ങളെ ഗെയിം പ്ലേക്ക് നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്ന് വെച്ച് റേസ് സ്റ്റാറിന്റെ സെൻസിറ്റിവിറ്റി ഒക്കെ എടുത്തു വെച്ചാൽ നിങ്ങൾക്ക് റേസ് സ്റ്റാറിനെ പോലെ കളിക്കാൻ പറ്റണം എന്നില്ല. ഓരോ ഡിവൈസിനും അതിൻ്റെതായ സെൻസ് ഉണ്ട്, അത് നിങ്ങൾക്ക് കണ്ടുപിടിച്ച് വെക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളെ ഫോണിന് പറ്റിയ സെൻസിറ്റിവിറ്റി വേണമെങ്കിൽ കമന്റ് ഇട്ടാൽ മതി, നമുക്ക് അതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാം. അപ്പൊ സെൻസിറ്റിവിറ്റിന് നല്ല പോലെ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ നോക്കുക, എന്നാലുള്ളൂ നിങ്ങൾക്ക് നല്ല മൂവ്മെന്റ് സ്പീഡൊക്കെ ഉണ്ടാവുക. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ കഴിയുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ ഗെയിം പ്ലേ ഒക്കെ നല്ല ഇമ്പ്രൂവ് ആവും. അപ്പോൾ ഈ ഒരു വീഡിയോ നിർത്തിയ സമയമായിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിച്ചേക്കുക. അതുപോലെ നമ്മളെ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്തേക്കാൻ നോക്കുക. സബ്സ്ക്രൈബേഴ്സ് റോഡ് ടു 1K ആണ്. എല്ലാവരും വേഗം സബ്സ്ക്രൈബ് ചെയ്യും. പിന്നെ നിങ്ങൾ ന്യൂബായിട്ട് കളിക്കുന്ന ഒരു ചങ്കിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ അടുത്ത ദിവസം വേറെ ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.